അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായിട്ടുള്ളവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹമുള്ളവരും പണമില്ലാത്തവരുമായിട്ടുള്ള ദരിദ്രന്മാരുമായിട്ടുള്ളവരെ എന്നാ അതിന്റെ അർത്ഥം. വെള്ളത്തിന് വരുവിൻ. അപ്പൊ ദാഹിക്കുന്നവർക്ക് എന്ത് വേണം? വെള്ളം വേണം. നിങ്ങളുടെ പൈസയും ഇല്ല, എന്നാൽ സൗജന്യമായിട്ട് വെള്ളം കൊടുക്കുന്നവരുണ്ട്, ഇങ്ങോട്ട് വരാനാ പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കണം, ശ്രദ്ധിക്കണേ. വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളു. വെച്ചാൽ 50 പൈസ പോലും മുടക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന് തൃപ്തി ഒരുപോളം ഭക്ഷിച്ചോളാനാ. ഇത് ആദ്യത്തെ ഇതിൽ അപ്പവും വീഞ്ഞും എന്നുള്ള ഒരു ഉപമ പറഞ്ഞുകൊണ്ട്, അപ്പവും വീഞ്ഞും അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവിന് തൃപ്തി വരുന്ന ആത്മീയ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. കൂടാതെ അപ്പമല്ലാത്തതിന്റെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതിന്. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയാമോ? നോക്കിയേ, ഇവരോട് ദൈവം പണ്ട് തൊട്ട് പറഞ്ഞിട്ട് ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാവരുത്. യെശയ്യാവ് 43, 44 അധ്യായം വായിക്കണം. അപ്പൊ ഞാനല്ല ദൈവം, ഞാനല്ല നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവവുമില്ല. ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇവർ വിഗ്രഹങ്ങളെ സേവിച്ചവരാ. അതാ പറഞ്ഞത്, വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതെല്ലാം ചെയ്തെങ്കിലും നിങ്ങൾക്ക് തൃപ്തി വന്നില്ലല്ലോ. വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതെല്ലാം ചെയ്ത് ഇത് തോളത്ത് വെച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇല്ലേ, എന്തൊക്കെ പരിപാടിയാ. പക്ഷെ നിന്റെ ആത്മാവിന് തൃപ്തി വന്നോ? ഇല്ലല്ലോ. ആ പള്ളി നീ പള്ളിയിലോട്ട് റാസയുണ്ട്, എന്തെങ്കിലും തൃപ്തി വന്നോ? അടുത്ത വർഷം ചെയ്ത് എന്തെങ്കിലും മാറ്റം നമുക്ക് വന്നോ? ഒരു മാറ്റവും വന്നില്ല. നിരാശ കൂടിയതല്ല, ഓരോ വർഷം കഴിയുന്നതിനോട് വേദന കൂടിയത്. അതുകൊണ്ടാണ് പിന്നെ സങ്കീർത്തന പുസ്തകം 16:4 എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. യേശുക്രിസ്തുവിനെ വിട്ട് ഏതൊന്നിനെ വണങ്ങിയാലും അവരുടെ വേദന വർദ്ധിക്കാം. 16:4 വായിച്ചേ. സങ്കീർത്തനം 16:4. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. അപ്പൊ എന്താണ്? ഇതാണ് ഇവർക്കും പറ്റിയത്. ദൈവത്തെ, യേശുക്രിസ്തുവിനെ വിട്ട്, ഇതിപ്പോ പുതിയ നിയമം, ഇത് സംസാരിക്കും പഴയ നിയമം. പഴയ നിയമത്തിൽ യഹോവയായിരിക്കുന്ന ദൈവവും അവന്റെ പ്രമാണവും വിട്ട് അന്യദേവന്മാരെ പിന്നെ സേവിച്ച ഈ ജനത്തിന്റെ വേദന ഇന്നും വേദനയായിരുന്നു. യെരമ്യാ പ്രവചനമൊക്കെ നമുക്കെടുത്ത് പഠിക്കാം. അന്നേരം അറിയാം, സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നു അമ്മമാര്. വിശന്നിട്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം അവരെ കൈവിട്ട്. എന്തുകൊണ്ട്? ഇവരെ വിഗ്രഹങ്ങളെ സേവിച്ചത് വഴി. ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ് വിഗ്രഹ സേവ. കാരണം ദൈവമാണോ? നമ്മുടെ കൈപ്പണിയല്ലേ, നമ്മളെ മെനഞ്ഞവനല്ലേ ദൈവം.